നീ ചെല്ലുന്നിടത്തൊക്കെയും ശുഭമായിരിക്കേണ്ടതിന് ദൈവവചനം വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്. അതിലെഴുതിയിരിക്കുന്നതൊക്കെയും പ്രമാണിച്ച് നടക്കേണ്ടതിന് ദൈവവചനത്തെ രാവും പകലും ധ്യാനിക്കണം. എന്നാൽ നിന്റെ പ്രവൃത്തി സാധിക്കും. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെ, പാപികളുടെ വഴി നിൽക്കാതെ, പരിഹാസികളുടെ ഇരിപ്പിടത്തിലിരിക്കാതെ, യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവൻ്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. വചനത്തെ ധ്യാനിക്കണം. വചനത്തിൽ എഴുതിയിരിക്കുന്നത് പ്രമാണിച്ചു നടക്കേണ്ടതിന് അത് ധ്യാനിക്കണം. നീ ചെല്ലുന്നിടത്തൊക്കെയും ശുഭമായിരിക്കും, നിന്റെ പ്രവൃത്തി സാധിക്കും. വചനത്തെ വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്. അങ്ങനെ രാപ്പകൽ ധ്യാനിച്ചാൽ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായ ഒരു വൃക്ഷം പോലെ നീരിക്കും. നീ ചെയ്യുന്നതൊക്കെയും സാധിക്കും. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വചനത്തോട് പ്രതികരിച്ചാൽ, നിങ്ങൾ വചനത്തെ അനുസരിച്ചാൽ, വചനത്തെ ബഹുമാനിച്ചാൽ, വചനത്തെ ധ്യാനിച്ചാൽ, പരിശുദ്ധാത്മാവ് പറയുന്നു നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങളുണ്ടാകും. നിങ്ങൾ ചെല്ലുന്നിടത്തൊക്കെയും ശുഭമായിരിക്കും. നിങ്ങൾക്കും നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും ഒരു ശുഭയാത്രയുണ്ടാകും. ദൈവം യോശുവയോട് പറഞ്ഞു, നീ പോകുന്നിടത്തൊക്കെയും നിന്റെ ദൈവമായ യഹോവ നിന്നോട് കൂടെ ഉള്ളതുകൊണ്ട് നീ ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കും. ദൈവം നമ്മോട് കൂടെ ഉണ്ടാകണമെങ്കിൽ നാം ദൈവത്തിൻ്റെ വചനപ്രകാരം ജീവിക്കുന്നവരാകണം. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിക്ക് വേണ്ടിയാണോ നിങ്ങൾ കാത്തിരിക്കുന്നത്? ജീവിതത്തിൽ ദൈവത്തിൽ നിന്ന് ചില അത്ഭുതങ്ങൾ കാണണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ നിങ്ങൾ വചനത്തെ സ്നേഹിക്കുന്നവരാകണം. നിങ്ങൾ വചനത്തെ അനുസരിക്കുന്നവരാകണം. വചനത്തിൻ്റെ വഴിയിലാണ് നിങ്ങൾ നടക്കുന്നതെങ്കിൽ അത്ഭുതങ്ങളൊക്കെ നിങ്ങളുടെ പുറകെ വന്നോളും. ശക്തി നിങ്ങൾക്ക് വന്നോളും. നിങ്ങൾ വചനത്തെ ബഹുമാനിക്കണം, വചനത്തെ അനുസരിക്കണം. പാപികളുടെ വഴിയിൽ നിൽക്കരുത്, പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കരുത്. വേർപെട്ട ജീവിതമാണ് ഒരു ദൈവ പൈതലിന് വേണ്ടത്. ദുഷ്ടന്മാരുടെ ആലോചനയല്ല, ദൈവത്തിന് വ്യക്തമായ ആലോചനയുണ്ട്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വഴി വിശുദ്ധമാണ്. നമ്മുടെ ദൈവം പരിശുദ്ധനാണ്. ക്രിസ്തീയ ജീവിതയാത്രയിൽ നമ്മുടെ വാക്കുകൾ ഉപ്പിനാൽ രുചി വരുത്തിയതും കൃപയോടുകൂടിയതുമായിരിക്കണം. നല്ല വാക്ക് പുറത്തു വരണം. ഒരു വൃക്ഷത്തെ തിരിച്ചറിയുന്നത് അതിൻ്റെ ഫലം കൊണ്ടാണ്. നാം ഒരു ദൈവ പൈതലാണെങ്കിൽ ഒരു ദൈവ പൈതലിനെ തിരിച്ചറിയുന്നത് ഫലം കൊണ്ടാണ്. നാം ദൈവത്തോടു കൂടെ നടക്കുമ്പോൾ, വെളിച്ചത്തോടു കൂടെ നടക്കുമ്പോൾ ദൈവത്തിൻ്റെ സ്വഭാവത്തിന്, ആ ദിവ്യ സ്വഭാവത്തിന് നാം കൂട്ടാളികളാകുകയാണ്. പരിശുദ്ധാത്മാവ് പറയുന്നു, നീ ശുഭമായിരിക്കും, നീ ചെയ്യുന്നത് സാധിക്കും, നിന്റെ പ്രവൃത്തി സാധിക്കും. ഒരു കാര്യം മാത്രം മനസ്സിൽ കരുതുക, ദൈവത്തിൻ്റെ വചനം വിട്ടു മാറരുത്. ദൈവം എന്താണോ അരുളി ചെയ്തിരിക്കുന്നത് അതിനെ നീ ബഹുമാനിക്കണം. പിതാക്കന്മാരുടെ ജീവിതത്തിൽ നോഹ ദൈവം എന്താണോ കൽപ്പിച്ചത് അങ്ങനെ തന്നെ ചെയ്തു. ഒരു പെട്ടകം ഉണ്ടാക്കാൻ പറഞ്ഞപ്പോൾ
ആ പെട്ടകമുണ്ടാക്കുന്നതിന് ഉള്ള അളവ് ദൈവം നിയമിച്ചു കൊടുത്തപ്പോൾ അതിനോട് അല്പം കൂട്ടാനോ കുറയ്ക്കാനോ ഒന്നും നിന്നില്ല. ദൈവം എന്തു പറഞ്ഞോ അവൻ അങ്ങനെ തന്നെ ചെയ്തു. മോശയെ ദൈവം പറഞ്ഞതുപോലെ തന്നെയാണ് തൻ്റെ ജീവിതത്തിൽ പ്രവർത്തിച്ചത്. സമാഗമന കൂടാരം നിർമ്മിക്കുവാൻ നിയോഗം ലഭിക്കുമ്പോൾ ദൈവം അരുളി ചെയ്തതുപോലെ തന്നെ കൂട്ടാനോ കുറയ്ക്കാനോ ഒന്നും നിന്നില്ല. അതുപോലെ തന്നെ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കുന്നതിനോട് പ്രതികരിക്കണം. വിശുദ്ധ വേദപുസ്തകത്തിലെ വചനങ്ങൾ ദൈവം നമുക്ക് നൽകിയതാണ്. ഇത് വിശുദ്ധ വഴിയിലൂടെയുള്ള യാത്രയാണ്. ഇടുക്കവും ഞെരുക്കവുമുള്ള ഒരു വഴിയാണ്. അപ്പോൾ തന്നെ ഇത് നിത്യതയിലേക്കുള്ള വഴിയാണ്. അതുകൊണ്ട് തന്നെ ഈ വഴിയിലെ നന്മകൾ, വിശുദ്ധ വഴിയിലെ നന്മകൾ, മറഞ്ഞിരിക്കുന്ന നന്മകൾ അനുഭവിക്കുവാൻ, യാത്ര ശുഭകരമാകുവാൻ, ചെയ്യുന്ന പ്രവൃത്തികൾ സാധിക്കുവാൻ വചനത്തെ ബഹുമാനിക്കുക. ദൈവം നമ്മെ ഓരോരുത്തരും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.